അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏകനായ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ എളുപ്പമായിരുന്നില്ല. അത്രയധികം ബഹുദൈവ വിശ്വാസം അവരുടെ ഉള്ളിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മക്കീ സൂറകളിൽ അധികവും ഇക്കാര്യം വിവിധ ശൈലിയിൽ ഊന്നിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാം ഇന്ന് പഠിക്കുന്ന ആയത്തുകളിലും അക്കാര്യം തന്നെയാണ് പറയുന്നത്. ബഹുദൈവ വിശ്വാസികളിൽ ചിലർ അടിസ്ഥാന ദൈവങ്ങൾ രണ്ടാണെന്നും ഒന്ന് നന്മക്കുള്ള ദൈവവും മറ്റൊന്ന് തിന്മക്കുള്ള ദൈവവും എന്ന വിശ്വാസം വെച്ചു പുലർത്തിയിരുന്നു. ഈ വിശ്വാസം പേർഷ്യക്കാരിൽ നിന്നാണ് അറബികൾക്ക് കിട്ടിയത്. പേർഷ്യക്കാരായ മജൂസികൾ അഥവാ അഗ്നി ആരാധകർ പ്രകാശം നന്മയുടെ ദൈവമാണെന്നും ഇരുട്ട് തിന്മയുടെ ദൈവമാണെന്നും വിശ്വസിച്ചു. ഈ വിശ്വാസം പോലെയുള്ള ബഹുദൈവ വിശ്വാസത്തെ ആക്ഷേപിക്കുകയാണ് എന്ന് പഠിക്കുന്ന 51, 52 ആയത്തുകളിൽ. വഖാലല്ലാഹു ലാ തത്തഖിദു ഇലാഹൈനി ഇസ്നൈനി. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ രണ്ട് ദൈവത്തെ സ്വീകരിക്കരുത്, നിങ്ങൾ രണ്ട് ദൈവത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ദൈവങ്ങളെ പറ്റുമെന്നല്ല. രണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിനപ്പുറം മറ്റു ദൈവമില്ല എന്നാണ്. അതുതന്നെയാണ് തുടർന്ന് പറയുന്നത്, ഇന്നമാ ഹുവ ഇലാഹും വാഹിദ്. തീർച്ചയായും ദൈവം ഏകനായ ഇലാഹ് മാത്രമാണ്. ഏകനായ അള്ളാഹുവിൻ്റെ കൂടെ മറ്റു ദൈവങ്ങളെ ചേർക്കുക എന്നത് അള്ളാഹുവിനോടുള്ള വലിയ ധിക്കാരമാണ്, അതുപോലെ മഹാവിഡ്ഢിത്തവുമാണ്. സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ ദൈവത്തെ അവഗണിക്കുകയും ആ ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് ദൈവിക ഗുണങ്ങൾ സങ്കല്പിച്ച് നൽകുകയും ചെയ്യുന്നത് വലിയ ധിക്കാരവും നന്ദികേടുമാണ്. രക്ഷിക്കാനോ ശിക്ഷിക്കാനോ യാതൊരു കഴിവുമില്ലാത്തവയെ ദൈവങ്ങളാക്കി അവയോട് സഹായം തേടുന്നു എന്ന അർത്ഥത്തിലാണ് ഇത് വിഡ്ഢിത്തമാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ദൈവമായി ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു പറയുന്നു. ഫഇയ്യായ ഫർഹബൂൻ. നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക. ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പേടി എന്ന അർത്ഥത്തിലുള്ള സാധാരണ ഭയമല്ല. അള്ളാഹുവിൻ്റെ മഹത്വവും സ്ഥാനവും മനസ്സിലാക്കി അംഗീകരിച്ചുകൊണ്ട് അവന് വിധേയപ്പെടുമ്പോഴുണ്ടാവുന്ന ഭയഭക്തിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വലഹു മാഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റേതാകുന്നു. വലഹു അവൻ്റേതാകുന്നു എന്ന് വാചകത്തിൻ്റെ ആദ്യം പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് ഇവിടെ അവൻ്റേത് മാത്രമാകുന്നു എന്ന അർത്ഥം അതിന് ലഭിക്കുന്നു. ആകാശഭൂമികളിലുള്ളതിൻ്റെയൊക്കെ എല്ലാ അർത്ഥത്തിലുമുള്ള അധികാരവും അവകാശവും അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരെ ദൈവങ്ങളായി പൂജിക്കുക? വലഹുദ്ദീനു വാസിബ. അവനോട് മാത്രമായിരിക്കണം അനിവാര്യമായും നിങ്ങളുടെ ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്ന കേവല അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്, അനുസരണവും വിധേയത്വവും എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കാനും അവന് വിധേയപ്പെട്ട് ഈ ലോകത്ത് ജീവിക്കാനുമുള്ള നിയമങ്ങളാണ് ദീനിലുള്ളത്. ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. വാസിബൻ എന്ന് പറഞ്ഞാൽ അനിവാര്യമായും നിഷ്കളങ്കമായും എന്നൊക്കെയാണ്. അപ്പോൾ പൂർണ്ണമായ വിധേയത്വം അള്ളാഹുവിന് മാത്രമായിരിക്കണം എന്നതാണ് വസ്തുത. എങ്കിൽ അഫഗൈർ അല്ലാഹി തത്തഖൂൻ. അള്ളാഹു അല്ലാത്തവരോടാണോ നിങ്ങൾ ഭയഭക്തി കാണിക്കുന്നത്? ദീൻ അള്ളാഹുവിന് മാത്രമാക്കുക. വലഹുദ്ദീനു വാസിബൻ എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണം അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.